T20യിലും ഏകദിനത്തിലും ഇന്ത്യക്കൊന്നും തന്നെ പേടിക്കാനില്ല. പക്ഷേ ഇന്ത്യയുടെ ടെസ്റ്റ് ടീം മോശമാണ്. ടെസ്റ്റിൽ മാത്രമാണ് ഇന്ത്യ ഇപ്പോൾ അടിപതർന്നത്. ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് വരെ പുറത്തായിരിക്കുകയാണ്. ഇന്ത്യക്ക് ഇനി എല്ലാ ടെസ്റ്റും ജയിച്ചാൽ മാത്രമേ ഫൈനലിലേക്ക് എത്താൻ സാധിക്കൂ. ഇപ്പോഴത്തെ കോച്ച് ഗംഭീർ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ കാര്യങ്ങൾ പിഴയ്ക്കുകയാണ്. T20 ഏകദിനം എനിക്ക് പേടിക്കാനില്ല. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റ് അങ്ങനെയല്ല. താരങ്ങൾ പെട്ടെന്ന് ഫ്ലോപ്പ് ആവുമ്പോൾ ടീമിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതിനെ മാറ്റം വരണം. അതുകൊണ്ട് ഞാൻ BCCIയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ടീമിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. യുവതാരങ്ങൾക്ക് ടെസ്റ്റ് ടീമിൽ അവസരങ്ങൾ കൊടുക്കും. ഞാനിപ്പോൾ 2 താരങ്ങളുടെ പേരുകളാണ് നിർദ്ദേശിക്കുന്നത്: സഞ്ജു, സൂര്യ. ഇവരെ ടെസ്റ്റിലേക്ക് എടുക്കാൻ പോവുകയാണ്. ഫോം ഔട്ടായ കളിക്കാരെ ടീമിൽ നിന്ന് മാറ്റി നിർത്തും. അല്ലാതെ ഇനി ടെസ്റ്റ് ക്രിക്കറ്റ് രക്ഷയില്ല. അടുത്ത വർഷം പുതിയൊരു ടീമിനെ ആയിരിക്കും കളത്തിൽ ഇറക്കാൻ പോകുന്നത്. നിലവിൽ ഓസ്ട്രേലിയയുമായിട്ട് ചില താരങ്ങൾക്ക് പരിക്കുണ്ട്. ഇനിയും ഞങ്ങൾക്ക് 3 ടെസ്റ്റും കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് റിസർവ് താരങ്ങളെ ടീമിലേക്ക് എടുക്കും. സഞ്ജു, സൂര്യയോട് റെഡി ആയിട്ടിരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് വിളി വരും. 5 ടെസ്റ്റ് ഉള്ളത് കൊണ്ട് ടീമിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ താരങ്ങളെ കളിപ്പിക്കാനാണ് ഇപ്പോൾ BCCIയുടെ പദ്ധതി. ഒരുപക്ഷെ അവസാന ടെസ്റ്റിലായിരിക്കും സഞ്ജുവും സൂര്യയും കളിക്കാൻ പോകുന്നതെന്ന് ഗംഭീർ വ്യക്തമാക്കി. പണ്ടൊക്കെ ഇന്ത്യ ടെസ്റ്റിൽ നമ്പർ 1 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വന്തം രാജ്യത്ത് നടക്കുന്ന ടെസ്റ്റിൽ പോലും ഇന്ത്യ തോൽക്കുന്ന അവസ്ഥയാണ്. ന്യൂസിലാൻഡുമായിട്ട് ഇന്ത്യ നാണം കെട്ട് തോറ്റു. ഇപ്പോഴിതാ ഓസ്ട്രേലിയയുമായിട്ട് ഇന്ത്യ തോൽക്കാൻ പോവുകയാണ്. നിലവിലെ ഫോമിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പരമ്പര ഇന്ത്യ നേടാൻ സാധ്യതയില്ല. സഞ്ജു, സൂര്യയെ പോലെ യുവതാരങ്ങൾ ഇനി ടെസ്റ്റിലേക്ക് വരണം. സഞ്ജു വന്നാൽ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നാളത്തെ 3ാമത്തെ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.